ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പം ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സാരി പരിചയപ്പെടുത്തുകയാണ്. മൽക്കോട്ടൺ സാരി അല്ലേ, നമ്മളെ സോഷ്യൽ മീഡിയ കൈയടക്കിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാരിയാണ് മൽക്കോട്ടൺ സാരി. മൽക്കോട്ടൺ സാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് റേറ്റും. പിന്നെ അതുപോലെ വേനൽക്കാലത്തൊക്കെ വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ പ്യുവർ കോട്ടൺ അല്ലാത്തതുമായിട്ടുള്ള സാരി. പ്യുവർ കോട്ടൺ സാരികൾ നല്ല റേറ്റ് അല്ലേ, ഒരു 1000 രൂപയുടെ റേഞ്ചിൽ വരുന്നതാണ് പ്യുവർ കോട്ടൺ. പക്ഷേ ഇത് മൽക്കോട്ടൺ സാരീസിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. കണ്ടോ, ഇതാണ്. കാണുന്നുണ്ടോ എന്നറിയില്ല, വീഡിയോയിൽ എത്രത്തോളം നമുക്ക് വിസിബിൾ ആണെന്ന് അറിയില്ല. ഗ്രീൻ, ഈ ഒരു ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുന്താണി വരുന്നത്, ഇത് ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസാണ് ഈ ഒരു യെല്ലോ കളറിൽ വരുന്നത്. കണ്ടില്ലേ? വേണമെങ്കിൽ ബ്ലൗസ് മുറിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ബ്ലൗസൊക്കെ ഇതിന് സ്യൂട്ടാകും. കോൺട്രാസ്റ്റ് കളറിൽ നമുക്ക് ഉപയോഗിക്കാം. അത് ഇഷ്ടമുള്ള കളറ് നമുക്ക് ബ്ലൗസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇതിൽ വിത്ത് ബ്ലൗസ് വന്നിട്ടുള്ളത് ഈ യെല്ലോയിലാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ യെല്ലോ കളറ്? ഈ യെല്ലോ ഇത് വിത്ത് ബ്ലൗസിൻ്റെ ഭാഗമാണ്. 6 മീറ്റർ നീളമുള്ള നമ്മുടെ മൽക്കോട്ടൺ സാരിയുടെ വിശേഷമാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. ബോഡി പാർട്ട് വരുന്നത് ഈ ഗ്രീൻ കളർ. കണ്ടോ, ഈ ഗ്രീൻ കളറാണ് ബോഡി പാർട്ട് വരുന്നത്. നമുക്ക് മുന്താണി വരുന്നത് ഈ കളറാണ്. കണ്ടോ, അതിൻ്റെ മുന്താണിയിൽ ഇതുപോലെ നമുക്ക് കാണാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാരി. പ്യുവർ കോട്ടൺ അല്ല, പ്യുവർ കോട്ടണൊക്കെ ഒരുപാട് റേറ്റ് ആയിരിക്കും. ഇത് 300 രൂപ റേറ്റ് വരുന്ന സാരിയാണ് കേട്ടോ. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ? നമുക്ക് മൽക്കോട്ടൺ മിക്കവാറും നമുക്ക് വൈറ്റ് ബ്ലൗസോട് കൂടിയിട്ടൊക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ വിത്ത് ബ്ലൗസ് വരുമ്പോൾ അതും നമുക്ക് വിത്ത് ബ്ലൗസ് വേണ്ടവർക്ക് അങ്ങനെയും അത് തയ്ച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലാക്കോ വൈറ്റാണ് കൂടുതൽ സ്യൂട്ടാവുക. വൈറ്റ് ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ കിട്ടുന്നത് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് ഇന്നത്തെ സാരി വിശേഷം. എനിക്ക് സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. പലതരത്തിലുള്ള സാരി എവിടെ പോകുമ്പോഴും നമ്മൾ നോക്കുന്നതും അതൊക്കെ തന്നെയായിരിക്കും. നമ്മളൊരു ടെക്സ്റ്റൈലിൽ ടെക്സ്റ്റൈൽസിൽ കയറുകയാണെങ്കിലും നമ്മൾ നോക്കുക എങ്ങനെയുണ്ട് സാരി, എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കും. പെട്ടെന്ന് തന്നെ ഇപ്പോൾ വണ്ടിമേലൊക്കെ പാസ് ചെയ്ത് പോവുകയാണെങ്കിലും ഞാൻ കടകളുടെയൊക്കെ, അതായത് തുണിക്കടകളുടെയൊക്കെ മുന്നിലാണ് എത്തിയതെങ്കിൽ എന്തായാലും ഞാൻ നോക്കിയിരിക്കും. ആ നോട്ടത്തിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നമ്മളുടെ എത്രത്തോളം സെലക്ഷൻ ഉള്ള കടയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് സാരി. അപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരാശയാണിത് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കേ, ഇതാണ് ഇന്നത്തെ വിശേഷം. ബൈ ബൈ. ഇനി വേറെ പുതിയ സാരികളും സാരി കളക്ഷനായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം കേട്ടോ.